ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച പ്രൊമോ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമേ ടി വിയിൽ കാണിച്ചിട്ടുള്ളൂ. ഫുൾ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പ്രൊമോ ആണ് പറയണത്. അങ്ങനെ ശ്രുതി അശ്വിനോട് പറയാണ്, സർ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യാനാണ് ശ്രുതി പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, സർ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറും, അഞ്ജലി ചേച്ചിക്ക് സമാധാനം ഉണ്ടാവും. ഞാനിവിടെ ഉള്ളതുകൊണ്ട് അഞ്ജലി ചേച്ചിക്ക് ഒരു സമാധാനക്കേടും കാര്യങ്ങളൊക്കെ. ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ അഞ്ജലിക്ക് സമാധാനം. എന്നെ കാണുമ്പോഴല്ലേ അഞ്ജലിക്ക് പലതും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോകണത് നല്ലത്. നീ എവിടേക്കാണ് പോകാൻ പോണത്? ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് സാർ പോകാൻ പോണത്. ശ്രുതി വേണ്ട, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞതാണ്, ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല സാർ മനസ്സിൽ വെച്ച് പറഞ്ഞതല്ലായിരിക്കും, പക്ഷെ സാർ പറഞ്ഞതിലൊക്കെ സത്യമുണ്ട് സാർ, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. സാർ പറയാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയണം. ശ്രുതി ഞാൻ പറയണ നീ കേൾക്ക്, നീ പോവരുത് എന്ന് പറയാണ്. സർ പ്ലീസ്, ഞാൻ പറയണത് സാറിന് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറിയെങ്കിലും നിൽക്കട്ടെ, സാർ എന്നെ സമ്മതിക്കണം എന്ന് പറയണം. ഇല്ല ശ്രുതി, ഞാൻ നിന്നെ ഇവിടുന്ന് എവിടെയും പോകാൻ സമ്മതിക്കില്ല സർ. അഞ്ജലി ചേച്ചിയുടെ മാനസിക നില തെറ്റുന്നതാണോ ഞാനിവിടുന്ന് പോവാതിരിക്കുന്നതാണ് സാറിന് ഏറ്റവും വലുത്. നീ ഇവിടുന്ന് പോവും വേണ്ട, അഞ്ജലി ചേച്ചിയുടെ മാനസിക നില തെറ്റത്തുമില്ല, നീ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയണം. അതിനുശേഷം ശ്രുതി ബലം പിടിക്കണില്ല സർ, ഞാൻ പോകും എന്നൊക്കെ പറയാണ്. ഓ നീ പോകുമല്ലേ, നിനക്ക് ഉറപ്പാണല്ലേ, നീ നിൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുവാണ് ശ്രുതി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സർ അത് വാശിയായിട്ടൊന്നും കാണുന്നുണ്ട, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നു. അപ്പോൾ നീ അതിൽ എന്നെക്കുറിച്ച് ആലോചിച്ചോ, എൻ്റെ ജീവിതം എന്നെക്കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചോ ശ്രുതി എന്ന് ചോദിക്കണം. സർ ഞാൻ പറയണത് സാർ അത് മനസ്സിലാക്കുക. ഇല്ല, നിന്നെ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. എനിക്ക് പോയേ പറ്റൂ സാർ, ഇതിലെനിക്ക് സാറിൻ്റെ സമ്മതം വേണ്ട എന്ന് ശ്രുതി പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇവിടുന്ന് പോകാനായിട്ട് 6 മാസത്തെ എഗ്രിമെൻറ്റിലല്ലേ നീ ഇങ്ങോട്ട് വന്നത്, 6 മാസം ആയിട്ടില്ല, നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. സാർ ഇപ്പോഴും ഞാൻ സാറും തമ്മിലുള്ള ഈ ഒരു ജീവിതം എഗ്രിമെൻറ്റിൻ്റെ പുറത്താണോ കാണുന്നത്? അതെ, ഞാൻ എല്ലാം ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് തന്നെയാണ് കാണുന്നത്, നിന്നെയായിട്ടുള്ള എൻ്റെ ജീവിതം എഗ്രിമെൻറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ സാർ അപ്പോൾ എപ്പോഴും എന്നെ ഒരു എഗ്രിമെൻറ്റ് വൈഫായിട്ടാണ് കാണുന്നത് അല്ലേ? അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എഗ്രിമെൻറ്റ് കഴിയാൻ ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ, നിന്നെ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അശ്വിൻ പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, ഞാനെന്താ പോകുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭീഷണി തുടങ്ങുമല്ലോ. അതെ, ഞാൻ ഭീഷണിപ്പെടുത്തും. നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ തൊട്ട് പിന്നാലെ നിൻ്റെ ചേച്ചിയും കൂടി വരും, രണ്ടുപേർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോകാം. കാരണം നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ആകാശിനോട് പ്രീതിന് ഡിവോഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് നിനക്കറിയാലോ, നിനക്കത് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് എന്തായാലും അവൻ ഇവിടുന്ന് പോകും, അവൾ ഇവിടുന്ന് പോകും നിൻ്റെ കൂടെ തന്നെ. പിന്നെ ആകാശിന് വേറെ ജീവിതം, അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തോളാം. അതുകൊണ്ട് നീ പോകണോ വേണ്ടതെന്ന് നിനക്ക് ആലോചിക്കാം. ശരി സർ, ഞാൻ പോകുന്നില്ല, എഗ്രിമെൻറ്റ് കഴിയാൻ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് ശ്രുതി പറയാണ്. ശ്രുതി ദേഷ്യത്തോട് കൂടി തന്നെ കണ്ണ് തുറച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. അശ്വിന് ചെറിയ ചിരിയും വരുന്നുണ്ട്. അശ്വിൻ്റെ മനസ്സിൽ പറയണേ, എൻ്റെ ശ്രുതി നിന്നെ ഞാൻ ഒരിക്കലും എഗ്രിമെൻറ്റ് വൈഫായിട്ടൊന്നും കാണുന്നൊന്നുമില്ല, എനിക്ക് നീ എൻ്റെ ശരിക്കുള്ള വൈഫ് തന്നെയാണ്. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത്, നിനക്കത് വേദനിച്ചെങ്കിൽ സോറി ശ്രുതി. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഓഫീസിൽ പോകുമ്പോൾ പോലും നിൻ്റെ വിചാരം മാത്രമേ എനിക്കുള്ളൂ, നിന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ വിടില്ല ശ്രുതി. എഗ്രിമെൻറ്റ് കഴിഞ്ഞാലും നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എന്ന് അശ്വിൻ മനസ്സിലിങ്ങനെ പറയാട്ടോ. ശേഷം രാത്രി ആകുമ്പോഴേക്കും ശ്രുതി ഒരുപാട് വൈകിയാണ് ഉറങ്ങുന്നത്. അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി കരഞ്ഞും വിഷമിച്ച് ബെഡ്റൂമിൽ തന്നെ കിടപ്പുണ്ട്. ശേഷം രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ കുറച്ച് വൈകിയായിട്ട് എഴുന്നേക്കുന്നത്. സമയം നോക്കുമ്പോൾ 9 മണിയാവാനായി. പെട്ടെന്ന് അശ്വിൻ റൂമിൽ നോക്കുമ്പോൾ അവിടെ ശ്രുതിനെ കാണുന്നില്ല. സാധാരണ ശ്രുതി ഒരു 8 മണിയാകുമ്പോഴേക്കും അശ്വിനെ വിളിക്കണതാണ്. ബാൽക്കണിയിലുണ്ടോ നോക്കുന്നുണ്ട്, അവിടെയും കാണുന്നില്ല. വേഗം തന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നോക്കുമ്പോഴേക്കും അഞ്ജലിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അശ്വിൻ വേഗം ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ശ്രുതിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അഞ്ജലി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. സോറി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. അഞ്ജലിക്ക് ഫുഡ് കൊടുത്തിട്ട് മുത്തശ്ശി അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കുഞ്ഞ, നീ ചെയ്തത് തെറ്റായിപ്പോയി. അഞ്ജലിയുടെ റൂമിൽ കയറിയിട്ട് ശ്രുതിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതൊരു വിഷമമാവില്ലേ? നീ അവളെക്കുറിച്ച് അന്വേഷിക്കാണ്ട് ശ്രുതിനെക്കുറിച്ച് അന്വേഷിച്ചു, അങ്ങനത്തെ ഒരു തോന്നലൊക്കെ അവൾക്ക് ഉണ്ടാവില്ലേ? അയ്യോ മുത്തശ്ശി, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ചേച്ചിനിവിടെ ശ്രുതിനിവിടെ കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവാൻ വേണ്ടി ചോദിച്ചതൊന്നുമല്ല, പക്ഷെ അവളത് വേറെ രീതിയിലല്ലേ കുഞ്ഞെടുക്കുള്ളൂ. സോറി മുത്തശ്ശി, ഞാൻ അത് ഉദ്ദേശിച്ചില്ല, സോറി എന്ന് പറയണം. സാരമില്ല കുഞ്ഞ, എന്തായാലും ശ്രുതി വിഴുങ്ങി തന്നെ ഉണ്ടാവും, നീ നോക്കെന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ഒന്നും ശ്രുതിനെ കാണുന്നില്ല കേട്ടോ. അതേസമയം രാവിലെ തന്നെ ശ്രുതി ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും അമ്മായി ചോദിക്കേണ്ട, എന്താ ശ്രുതി നീ പെട്ടെന്നത്, എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ, അവിടെ വല്ല പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടാണോ നീ വന്നത് എന്ന് അമ്മായി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മായി അവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ കഴിയണത്. ഞാൻ പറഞ്ഞില്ലേ അമ്മായി, എനിക്ക് രാവിലെ എഴുന്നേറ്റ് മുതൽ അമ്മായിനെ കാണുന്നു ഒരേ തോന്നൽ, രാത്രി
സ്വപ്നവും കണ്ട് അമ്മായിക്ക് എന്തോ അപകടം പറ്റുന്ന പോലെ അപ്പം എനിക്ക് തോന്നി 2 ദിവസം എൻ്റെ അമ്മായിയുടെ കൂടെ നിൽക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത്. നീ വന്ന് നിൽക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നീ പറഞ്ഞതൊക്കെ സത്യമായിരിക്കണം. അവിടെ ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ ശ്രുതി? നീ പെട്ടെന്ന് കൂടെ വന്നപ്പോൾ എനിക്കെന്തോ സംശയം പോലെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മായി ഒരു കുഴപ്പമില്ല, ഞാനിവിടെ നിൽക്കണ അമ്മായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് ശ്രുതി പറയാണ്. നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അല്ല അശ്വിൻ സാർ വരൂ എന്ന് പറയുമ്പോൾ അശ്വിൻ സാറിന് തിരക്കല്ലേ അമ്മായി എന്ന് പറയാണ്. ശരി, എങ്കിൽ നിനക്ക് പ്രീതിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? ചേച്ചിക്ക് അവിടെ ആകാശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അപ്പോൾ നിനക്കെന്താ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കണ്ടേ? അശ്വിൻ സാറിൻ്റെ സ്വഭാവം അമ്മായിക്ക് അറിയാലോ, ഒരു പ്രത്യേക ടൈപ്പ് തന്നെയാണ്. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്തായാലും 2 ദിവസം ഞാൻ ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെ കൂടെയൊക്കെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് ശ്രുതി പറയണം. അമ്മയുടെ കച്ചാ കൈ കൊണ്ട് ഒരു നല്ല ചായ ഉണ്ടാക്കിത്താ എന്ന് പറയണം. അതേസമയം അശ്വിൻ ഇങ്ങനെ ആലോചിക്കണം, ശ്രുതി എന്നാലും എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? അതെ, അവിടെ തന്നെയായിരിക്കും, അവളുടെ അമ്മയുടെ വീട്ടിൽ. വേഗം തന്നെ അശ്വിൻ അമ്മയുടെ മൊബൈലിലേക്ക് വിളിക്കാട്ടോ. അമ്മായി ഫോൺ എടുക്കണ്ട്. അശ്വിൻ സാർ എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രുതി അവിടെ അവളിവിടെ വന്നല്ലോ, രാവിലെ തന്നെ എത്തി. അവൾ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല അവൾ അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാവോ എന്ന് അശ്വിൻ ചോദിക്കുകയാണ്. അതിനെന്താ, ഞാൻ കൊടുക്കാമല്ലോ. അല്ല അവളുടെ മൊബൈൽ വെച്ചിട്ട് കിട്ടിയില്ലേ? ഇല്ല, അവൾ ഫോൺ എടുത്തില്ല എന്ന് പറയാണ്. ഞാൻ കൊടുക്കാം. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ശ്രുതി ഇതേ നിന്നെ അശ്വിൻ സാർ വിളിക്കുന്നത് പറയണേ. എന്നെയോ? അതെ, സംസാരിക്കടി എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. ശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ടും സംസാരിക്കുക ഭാര്യനെ കാണുന്ന ഭർത്താവിന് കുറച്ചു നേരം പോലും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ്. അശ്വിൻ ശ്രുതി ഹലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ഫോൺ കട്ട് ചെയ്യാട്ടോ. വീണ്ടും അശ്വിൻ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ശ്രുതി വീണ്ടും ഫോൺ കട്ട് ചെയ്യാണ്. പിന്നെ വിളിക്കുമ്പോഴേക്കും ശ്രുതി എടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം അമ്മായി ചോദിക്കേണ്ടത് എത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞു? സംസാരിച്ചു കഴിഞ്ഞു, അതൊരു ഫയലിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. അതുകൊണ്ട് ശ്രുതി അതിലേക്കൂടെ അങ്ങോട്ട് പോകുക കേട്ടോ. ശേഷം അശ്വിൻ വിചാരിക്കും, എന്തായാലും ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഫോൺ വിളിച്ചാൽ അവൾ എടുക്കുന്നില്ല, അതുകൊണ്ട് നേരിട്ട് അവളുടെ അമ്മായിയുടെ വീട് വരെ ഒന്ന് പോകാം എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. അങ്ങനെ അശ്വിൻ നേരെ തന്നെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അവിടെ പോകുമ്പോഴേക്ക് വെറുതെ ശ്രുതിനെ കാണാം, സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. ഇത് തിങ്കളാഴ്ചത്തെ മാത്രം പ്രൊമോ കേട്ടോ. അമ്മായിയുടെ വീട്ടിൽ പോകണത് തിങ്കളാഴ്ച എന്നല്ല, ചൊവ്വ ബുധൻ ആ ദിവസമൊക്കെ ആകും. എന്തായാലും ശ്രുതിയുടെ പിറന്നാളും കൂടിയാണ് ഇനി വരാൻ പോകട്ടോ. ഇനി വരുന്ന ആഴ്ച ശ്രുതിയുടെ പിറന്നാളും കൂടി ഉണ്ട്. അപ്പോൾ അശ്വിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയുടെ വായി തന്നെ അശ്വിൻ എനിക്ക് താങ്കളെ ഇഷ്ടമാണെന്ന് ശ്രുതിയുടെ വായി തന്നെ അശ്വിൻ കേൾക്കുന്ന ഭാഗവും ഈ ആഴ്ച ഉണ്ട് കേട്ടോ. നല്ല ഉഗ്രൻ വീക്കാണ് ഇനി വരാൻ പോകുന്നത് ഈ എപ്പിസോഡ് പറഞ്ഞത്. ഇതിനെല്ലാം അശ്വിൻ്റെ ശ്രുതിയുടെ പ്രണയരംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ശ്യാം എങ്ങനെയൊക്കെ അതിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി, അതായത് വീട്ടിൽ വീണ്ടും നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അതിൽ ശ്യാം വിജയിക്കുകയും ചെയ്യും കേട്ടോ. ശ്യാം വീട്ടിലേക്കൊക്കെ വരും ചെയ്യും. അത് പിന്നെ വേറെ കാര്യം, അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നല്ല എപ്പിസോഡിനെ വേണ്ടി കാത്തിരിക്കാം. വീക്കെൻഡ് പ്രൊമോ വരുവാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ ഒന്നും കൂടി ഇടാൻ കേട്ടോ. എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടാൻ സാധിക്കാത്തത് കുറച്ച് ടൈമിൻ്റെ പ്രശ്നങ്ങളും പിന്നെ മറ്റ് സീരിയൽസ് മറ്റ് ചാനൽ ഇടുന്നതിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു ഇഷ്യൂ കൊണ്ടിട്ടാണ് എനിക്കിതിൽ എപ്പിസോഡ് ഇടാൻ പറ്റുന്നത്. എപ്പിസോഡ് ഇടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡ് ഇടും കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൗനരാഗം, മഴതോരും മുമ്പേ എന്ന് പറഞ്ഞ സീരിയലും അതുപോലെ തന്നെ ഇഷ്ടം മാത്രം എന്നൊക്കെയുള്ള സീരിയൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ മറ്റ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. Bye bye.